വീണയും അഡ്വക്കേറ്റ് വീണയും കണ്ടിട്ടുണ്ടാകും. ഒരു പൊതുവേദിയിൽ ഞാനും മഞ്ജുഷുമൊക്കെ ആരാധിക്കുന്ന കേരളത്തിന്റെ മഹാനായ നടൻ മോഹൻലാൽ ഇരുന്നു കൊണ്ട് ഒരു കൈപ്രക്രിയ നടത്തിയത് കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല. എന്ത് കൈപ്രക്രിയയാണ് നടത്തിയത്? ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല, ഒരു ചർച്ചയും കണ്ടില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ മുഴുവൻ പറ. ഈ വർഗം എപ്പോഴും പറയുന്നുണ്ട് സ്ത്രീക്കുള്ള അതേ അവകാശങ്ങൾ പുരുഷനുമില്ലേ. പുരുഷനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പുരുഷനേക്കാൾ ഈ സമൂഹത്തിൽ അവകാശം സ്ത്രീക്ക് തന്നെയാണ്. ഓഹോ, അത് ശരി. സ്ത്രീകളെ സമീപിക്കുമ്പോഴും അവരെ പറ്റി സംസാരിക്കുമ്പോഴും ചില പഥ്യങ്ങൾ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതാണ് യഥാർത്ഥ കേരളീയ സംസ്കാരം, അതാണ് യഥാർത്ഥ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ സ്ത്രീയുടെ ശരീരത്തിന്റെ ഘടന എങ്ങനെയാണ്? 4 വശത്ത് നിന്നും പല ആംഗിളിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വൾഗറായിട്ടുള്ള ആംഗിളുകളും വൾഗറായിട്ടുള്ള ചിത്രങ്ങളും കിട്ടും. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അത് ഇനി ഈ സ്ത്രീ പർദ്ദയിട്ട് മൂടി പുതച്ചു വന്നാൽ പോലും കിട്ടും. അവന്റെ കയ്യിലുള്ള ബ്ലേഡാണ്, അത് വെച്ചിട്ട് പോന്തേലേ ആഹാരം കഴിക്കാൻ പറ്റില്ല. അതേപോലെയുള്ള ചിത്രങ്ങൾ എടുത്ത് ഈ നാട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും പ്രചരിപ്പിച്ചിട്ട് ആ സ്ത്രീ അശ്ലീലത കാണിച്ചു അല്ലെങ്കിൽ അശ്ലീലമായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി വലിയൊരു തെമ്മാടിത്തരമാണ്. അവൻ ഇവിടുത്തെ ഒരു പ്രമുഖ വട്ടന. ഈ നാട് ഞരമ്പന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്താടാ കളിക്കേ? അല്ല, ഇവിടെ ശ്രീ പായിച്ചിറ നവാസ് അദ്ദേഹമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ അടക്കമുള്ളവർ ഇവിടെ ഹണി റോസിന്റെ PR-ന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന്. മറ്റു ചിലർ പല ഘട്ടങ്ങളിൽ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന് PR വർക്ക് എന്ന് പറയാം. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി സംസാരിക്കുന്നവരും ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരും ഇവിടുത്തെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നവരെയും ഒക്കെ PR വർക്ക് എന്ന് പറയാം. പുരുഷൻ സ്ത്രീ എന്നുള്ള കാര്യത്തിൽ ഒരു പുരുഷനാണോ? എന്താ മോളുടെ പേര്? നല്ല പേര്. എവിടാ പഠിച്ചത്? ഇവിടത്തെ ഒരു പ്രശസ്ത സിനിമാ നടി വീണയുടെ തലനരച്ച നേതാവ്. ഇവിടെ എന്താണാവോ വിശേഷം? ഇവിടെ ഒരു പ്രശസ്ത സിനിമാ നടി കൊല്ലത്തൊരു സംവിധാനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ വയറിൽ തടവി. എന്തേ മറന്നുപോയോ? തല നരച്ച നേതാവ് പേര് പറയണോ? അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. വീണ കൊച്ചായിരിക്കുമ്പോഴോ കുട്ടിയായിരിക്കുമ്പോഴോ അല്ല, വീണ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോ ആ യുവജന പ്രസ്ഥാനത്തിൽ ആ നേതാവിനോടൊപ്പം പ്രവർത്തിക്കുമ്പോ ആ നേതാവ് ഒരു സമന്വതനായ. ഈ ഒച്ചത് കുറച്ച് കുറക്കാൻ പറ്റുമോ? ഏതൊച്ച? ഈ സംസാരത്തിന്റെ ഒച്ച. അതുപോലെ എനിക്കിഷ്ടായി, അവർക്കിഷ്ടാവോ എന്തോ. ആ നേതാവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സിനിമാ നടിയുടെ മച്ചമ്പേ വയറിൽ തടവിയ കോൺഗ്രസിന്റെ തലനരച്ച വീണയ്ക്ക് ഓർമ്മയുണ്ടോ? പേരറിയാമോ? നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. അങ്ങനെയുള്ള നേതാവിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന വീണയെ പോലുള്ളവരാണ് വന്ന് പറയുന്നത് ഹണി റോസിന്റെ നെക്ലസിൽ ബോബി ചെമ്മണ്ണൂർ പിടിച്ചു തെറ്റായി പോയി. എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും. ഇതിനേക്ക് ആരാണ് പിന്തുണയ്ക്കുന്നത്? ആരും അങ്ങനെയുള്ള നേതാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച വീണ തന്നെ ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? വീണയ്ക്ക് വീണയുടേതായ ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. രാഹുൽ ഈശ്വറിന്റേതായ ഐഡന്റിറ്റി ഉണ്ട്. ഒരെണ്ണം